ഹലോ എവ്രി വൺ, മൈ നെയിം ഈസ് ഹക്കീം മുഹമ്മദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രോഡ്കാമ്പിലെ 9th വീക്ക് ടാസ്കിനെ കുറിച്ചാണ്. ഈ വീക്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഫസ്റ്റിൽ യൂസർ സൈഡിൽ കാർട്ടിൻ്റെ പേജാണ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് പേജ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി ഈ വീക്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കാർട്ടിലേക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് പേജിൽ നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ആഡ് ചെയ്യണം. ആ ബട്ടൺ ആഡ് ചെയ്തതിന് ശേഷം ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന നേരം അതിൻ്റെ പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. കാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കാർട്ടിൽ റിമൂവ് ചെയ്യാൻ പറ്റണം ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി മാനേജ് ചെയ്യാൻ പറ്റണം. ആ ക്വാണ്ടിറ്റി മാനേജ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റോക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണം. അപ്പോൾ ഒരു സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റി കൂട്ടി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ ആ മെസ്സേജൊക്കെ പ്രോപ്പറായിട്ട് കാർട്ടിൽ കാണിക്കണം. ഇത്രയും കാര്യങ്ങളാണ് കാർട്ട് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൈസ്, ടോട്ടൽ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് കാർട്ടിൽ കാണിക്കാനുള്ളത്. പിന്നെ അടുത്ത വരുന്നത് നമുക്ക് ചെക്കൗട്ട് പേജാണ്. കാർട്ടിൽ നിന്ന് അടുത്തത് പോകുന്നത് ചെക്കൗട്ട് പേജിലേക്കാണ്. ചെക്കൗട്ട് പേജിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിൽ ചെക്കൗട്ട് പേജിൽ വേണ്ട കാര്യങ്ങൾ, അതിൽ ഫസ്റ്റ് അഡ്രസ്സ് വേണം. ഏത് അഡ്രസ്സിലേക്കാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓർഡർ ഡെലിവേർഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൽ മൾട്ടിപ്പിൾ അഡ്രസ്സ് കൊടുക്കണം. യൂസർക്ക് എത്ര അഡ്രസ്സുകളാണ് ഉള്ളത് അതിനനുസരിച്ചുള്ള അഡ്രസ്സിൽ അത് കൊടുക്കണം. മൾട്ടിപ്പിൾ അഡ്രസ്സ് അവൈലബിലിറ്റി അവിടെ കാണിക്കണം. ഇനി അഥവാ യൂസർക്ക് അഡ്രസ്സ് ഇല്ലെങ്കിൽ, അഡ്രസ്സ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ചെക്കൗട്ട് പേജിൽ കൊടുക്കണം. പിന്നെ ചെക്കൗട്ട് പേജിൽ ഈ വീക്കിൽ കാര്യമായിട്ട് പിന്നെ ഒന്നുമില്ല, ജസ്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി വെച്ച് ഇങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ ക്വാണ്ടിറ്റി ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഏത് പ്രൊഡക്റ്റ് ഏത് വേരിയൻറ്റിലാണ് അതിൻ്റെ ക്വാണ്ടിറ്റി മാറ്റിയത് എന്നൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ചെക്കൗട്ട് പേജിലും കാർട്ട് പേജിലും ഒക്കെ. സോ അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് യൂസർ പ്രൊഫൈൽ പേജാണ്. അടുത്തത് വരുന്നത് യൂസറുടെ പ്രൊഫൈൽ പേജാണ്. പ്രൊഫൈൽ പേജിൽ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ, പ്രൊഫൈലിൽ യൂസർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷോ ചെയ്യണം ആ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ ആ പ്രൊഫൈലിൽ തന്നെ യൂസർ ഡീറ്റെയിൽസ്, യൂസർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ, അതായത് പേര്, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ അതിൽ വെക്കണം. അതിനൊക്കെ ഫോം വാലിഡേഷൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതിൽ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ, യൂസറിന് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ കറൻ്റ് ഉള്ള യൂസറുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം. അതാണ് അതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് വരുന്നത്. പിന്നെ ആ പ്രൊഫൈലിൽ തന്നെ യൂസറിൻ്റെ മുഴുവൻ ഓർഡേഴ്സ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് കൊടുത്താൽ, ലിങ്ക് ക്ലിക്ക് ചെയ്താൽ യൂസറിൻ്റെ മുഴുവൻ ഓർഡേഴ്സ് ഹിസ്റ്ററി അവിടെ കാണിക്കണം. ആ ഹിസ്റ്ററിയിലുള്ള ഓരോ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കണം. പിന്നെ അതിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷന്, ഡെലിവേർഡ് ആയ പ്രൊഡക്റ്റിന് റിട്ടേൺ ചെയ്യാനും അതല്ലാത്ത പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഈ ഓർഡേഴ്സ് പേജിൽ വേണം. അപ്പോൾ ഈ റിട്ടേണും ക്യാൻസലും ഒക്കെ ചെയ്യുന്ന നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് മാത്രമേ റിട്ടേൺ ആവും. അത് കംപ്ലീറ്റ് ഓർഡർ മൊത്തം റിട്ടേൺ ആവരുത്. അതുപോലെ തന്നെയാണ് ക്യാൻസലിൻ്റെ കാര്യം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബേസിലായിരിക്കണം റിട്ടേണും ക്യാൻസലേഷനും ഒക്കെ വർക്ക് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഓർഡർ ബേസിലാവരുത്. സോ പിന്നെ നെക്സ്റ്റ് അതിൽ വരുന്നത് അഡ്രസ് മാനേജ്മെൻ്റ് ആണ്. യൂസറിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ ഡിഫാൾട്ട് ആയിട്ടുള്ള അഡ്രസ്സുകൾ മാറ്റാനും അതുപോലുള്ള ഓപ്ഷനുകളൊക്കെയാണ് അഡ്രസ് മാനേജിൽ വരുന്നത്. അതിലും ഫോം വാലിഡേഷനൊക്കെ മസ്റ്റാണ്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂസർ സൈഡിൽ അടുത്ത വരുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ, മുഴുവൻ പ്രൊഡക്റ്റും ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന നേരം അതിലൊരു പാജിനേഷൻ വെച്ച് കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക. അതിൽ സെർച്ച് ഓപ്ഷനും വേണം, അതുപോലെ തന്നെ സോർട്ട് ഫിൽട്ടർ വേണം. അപ്പോൾ സോർട്ട് ചെയ്യുന്ന നേരം പ്രൈസ് വെച്ച്, അതുപോലെ തന്നെ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സൊക്കെ വെച്ച് ഞാനൊക്കെ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാറ്റഗറി ഒക്കെ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുക. അതുപോലെ തന്നെ ഈ സെർച്ച് ചെയ്യുന്ന നേരം എന്താണ്, ഇപ്പോൾ ഒരു സെർച്ച് ചെയ്യുന്ന വാല്യൂയും അതുപോലെ തന്നെ സോർട്ട് ചെയ്യുന്ന വാല്യൂ, ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓൾ പ്രൊഡക്റ്റ് പേജ് ചെയ്യുന്ന നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് അഡ്മിൻ സൈഡിലാണ്. അഡ്മിൻ സൈഡിൽ നമുക്ക് ആകെ ഒരു ടാസ്കേ ഉള്ളൂ 9th വീക്കിൽ, അത് ഓർഡർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഓർഡർ മാനേജ്മെൻറ്റിൽ എല്ലാ ഓർഡറും ലിസ്റ്റ് ചെയ്യുക. ആ ലിസ്റ്റ് ചെയ്ത ഓർഡേഴ്സിൻ്റെ
സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുക. അതാണ് ഓർഡർ മാനേജ്മെൻറ്റിൽ കാര്യമായിട്ട് വരുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂസർ റിട്ടേണോ ക്യാൻസലോ ചെയ്ത ഓർഡറുകൾ ഡയറക്റ്റ്ലി ഇവിടുന്ന് റിട്ടേണോ ക്യാൻസലോ ആവരുത്. ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുക്കുക. ആ റിക്വസ്റ്റ് ഇവിടെ ഓർഡർ മാനേജ്മെൻറ്റിൽ കാണിക്കണം. ആ ഓർഡറിന് അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തിട്ടുണ്ട്, ഒരു ക്യാൻസലേഷൻ റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ ഓർഡർ സ്റ്റാറ്റസ് ക്യാൻസലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അതല്ലാത്ത പക്ഷം അത് ചേഞ്ച് ചെയ്യരുത്. അപ്പോൾ ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുക്കുക, ഇവിടെ അക്സെപ്റ്റ് ചെയ്യുക. അഡ്മിൻ സൈഡിൽ അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് അഡ്മിൻ സൈഡിൽ നമ്മൾക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. ഇത്രയൊക്കെയാണ് 9th വീക്കിൽ വരുന്ന കംപ്ലീറ്റ് ടാസ്ക് എന്ന് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഫുൾ എന്തെല്ലാം വാലിഡേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, എന്തെല്ലാം ഉൾപ്പെടുത്തണമുള്ള ഒരു ഡോക്യുമെൻ്റിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെ തന്നെ ഈ 9th വീക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ that's all about today's video. So thank you for watching.